ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വലിയ വിജയമാണ് നിലമ്പൂരിൽ UDF-ന് ഉണ്ടായിരിക്കുന്നത്. UDF-നെ വിജയിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല? നമുക്ക് 2011 ഡീലിമിറ്റേഷന് ശേഷം ഈ നിയോജക മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ള ചരിത്ര ഭൂരിപക്ഷമാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ഈ 11,000-ലധികം വരുന്ന വോട്ട് ലഭിച്ചുകൊണ്ട് UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യൻ ഷുഗർകുത്ത് ജയിക്കുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കൃത്യമായി അനലൈസ് ചെയ്താൽ കഴിഞ്ഞ പ്രാവശ്യം LDF-ന് 2021 LDF-ന് ഇവിടെ 81,227 വോട്ടുകൾ ലഭിച്ചിരുന്നു, 47% വോട്ട് ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 66,660 വോട്ടായി കുറഞ്ഞിരിക്കുന്നു, 38% വോട്ടായി മാറിയിരിക്കുന്നു. അതായത് 9% കുറവ് LDF-ന് ഉണ്ടായിട്ടുണ്ട്. ആ 9% വോട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 15,000 വോട്ട്, 14,567 വോട്ടിൻ്റെ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് LDF-ന് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ PV അൻവർ 19,760 വോട്ട് പിടിച്ചിരിക്കുന്നു. UDF-നെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വോട്ടിൻ്റെ ചോർച്ച ഉണ്ടായിട്ടുമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരേ സമയം PV അൻവറിനോടും അതേസമയം LDF-നോടും മത്സരിച്ചാണ് ഇത്തരത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഡീലിമിറ്റേഷന് ശേഷം ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഞങ്ങൾക്ക് ജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യമായി നമ്മൾ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇനി എന്ത് പറഞ്ഞാലും CPM-ഉം ഇടതുപക്ഷവും എന്ത് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ഭരണം UDF-ന്റെ ഭാഗത്തേക്ക് വരാൻ പോകുന്നതിൻ്റെ സെമിഫൈനൽ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടുവാൻ UDF-ന് കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിലമ്പൂരിലെ ജനങ്ങൾ കേരള പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വിജയം ഉണ്ടാകുന്നതിന് അടിസ്ഥാനപരമായ കാരണം UDF-ന്റെ ഒത്തൊരുമയും കെട്ടുറപ്പുമാണ്. UDF-ന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒത്തൊരുമ. ഇവിടെ കോൺഗ്രസിനോളം തന്നെ പ്രാധാന്യമുള്ള കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ പാർട്ടി മറന്നുകൊണ്ട് UDF എന്ന ഒറ്റക്കെട്ടായ ആശയത്തിൻ്റെ പിന്നിൽ അടി നടന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനം, അതിലെല്ലാ നേതാക്കന്മാരും, കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരും അതുപോലെ UDF-ന്റെ മുഴുവൻ നേതാക്കന്മാരും ഇവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം. ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ സർക്കാരിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ ആശാവർക്കർമാരുടെ സമരമുണ്ട്, ക്ഷാമ പെൻഷനുകൾ മുടങ്ങിയതുണ്ട്, എല്ലാം സർക്കാരിനെതിരായിട്ടുള്ളൊരു കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൻ്റെ ഗുണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു, ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. 9% എന്ന് പറയുമ്പോൾ ഓരോ 100 വോട്ട് ചെയ്യുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്ന വോട്ടുകളിൽ 100 പേർ വോട്ട് ചെയ്തപ്പോൾ 9 പേർ വീതം ആ സർക്കാരിനെതിരായി വോട്ട് ചെയ്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അങ്ങനെ 9 വോട്ടെന്ന് പറയുമ്പോൾ ശരാശരി ഇവിടെ 850-900 ബൂത്തുകളാണ് ഓരോ ബൂത്തിലുമുള്ളത്. നേരത്തേക്കാണ് കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ 263 ബൂത്തുകളാണുള്ളത്. ആ ഓരോ ബൂത്തിലും ഏകദേശം 100ഓളം വോട്ടുകൾ അല്ലെങ്കിൽ 900 വോട്ടുള്ള ബൂത്താണെങ്കിൽ 81 വോട്ടുകൾ വീതം LDF-ന്റെ ഭാഗത്തു നിന്ന് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും ഉൾക്കൊള്ളുവാൻ ഇടതുപക്ഷം തയ്യാറാകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒത്തൊരുമയുടെ വിജയം എല്ലാ അർത്ഥത്തിലും സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്ത് കൂടിയായി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നു. ജനങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഞങ്ങൾ ഇതിൽ നിന്നുള്ള യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും.